പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 2018 നടന്നിട്ടുള്ളൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തിലെ മാത്സ്, മെൻ്റൽ എബിലിറ്റി ഈ രണ്ട് സെക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കിയേ. 720 was divided among A, B, C, D, E. The sum received by them was in ascending order and in arithmetic progression. E received 40 more than A. How much did B receive? എന്താ നോക്കിയേ. 720 രൂപ എ ബി സി ഡി എന്നിവർ വീതിച്ചെടുത്തു. എ ബി സി ഡി ഇ 5 പേരും കൂടെ എന്ത് ചെയ്തു? 720 രൂപ വീതിച്ചെടുത്തു. എന്നിട്ട് അവർ പറയുന്നുണ്ട് ദ സം റിസീവ്ഡ് ബൈ ദം വാസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഓരോരുത്തർക്കും കിട്ടിയ തുക എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിലാണ്. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്, അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എക്ക് കിട്ടിയതിനേക്കാൾ വലിയൊരു തുകയാണ് ബിക്ക് കിട്ടിയത്, ബിക്ക് കിട്ടിയതിനേക്കാൾ വലിയ തുകയാണ് സിക്ക് കിട്ടിയത്, സിക്ക് കിട്ടിയതിനേക്കാൾ വലിയ തുകയാണ് ഡിക്ക് കിട്ടിയത്, ഡിക്ക് കിട്ടിയതിനേക്കാൾ വലിയ തുകയാണ് ഇക്ക് കിട്ടിയത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ 720 രൂപ ഇവർ 5 പേരുമായിട്ട് വീതിച്ചെടുത്തു. പക്ഷേ ഈക്വലി അല്ല വീതിച്ചേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? അത് അസെൻഡിങ് ഓർഡറിലാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് തൊട്ടടുത്തുള്ള ആൾക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അത് മാത്രമല്ല, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് ഇവർക്ക് കിട്ടിയ ഈ തുക എന്ന് പറയുന്നത്. എക്ക് കിട്ടിയത്, ബിക്ക് കിട്ടിയത്, സിക്ക് കിട്ടിയത്, ഡിക്ക് കിട്ടിയത്, ഇക്ക് കിട്ടിയത്. ഈ തുകകൾ, ഇവർക്ക് കിട്ടിയ തുക എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. എന്താ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ എ പി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എയുടെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയേക്കുന്നു, അതേ സംഖ്യ ബിയുടെ കൂടെ കൂട്ടിയാലാണ് നമുക്ക് സിയുടെ തുക കിട്ടുന്നത്. അതേ തുക, അതേ ഡിഫറൻസ് സിയുടെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഡിയെ കിട്ടും. അതേ നമ്പർ തന്നെ ഡിയുടെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഇയെ കിട്ടും. മനസ്സിലായോ പറഞ്ഞേ? ഏതോ ഒരു കോമൺ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോയേക്കുന്ന സീരീസാണിത്, നമ്പേഴ്സാണിത്. അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ റിസീവ്ഡ് 40 മോർ ദാൻ എ. ഈക്ക് എക്ക് എത്രയാണോ കിട്ടിയത്, ഇപ്പോൾ എക്ക് എക്സ് ആണ് കിട്ടിയെങ്കിൽ, എക്ക് കിട്ടിയ തുക എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 40 കൂടുതലാണ് ഇക്ക് കിട്ടിയേക്കുന്നത്. അതിനേക്കാൾ 40 കൂടുതലാണ് ആർക്ക് കിട്ടിയേക്കുന്നത്? ഇക്ക് കിട്ടിയേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എന്താണ്? 720 രൂപ എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 പേര് കൂടി വീതിച്ചെടുക്കുന്നു. അതിനകത്തുള്ള തുകകൾ അസെൻഡിങ് ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിലാണ്. അതുമാത്രമല്ല, അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ഏതോ ഒരു കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയേക്കുവാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ റിസീവ്ഡ് 40 മോർ ദാൻ എ. ഇക്ക് കിട്ടിയത് എയേക്കാൾ 40 രൂപ കൂടുതലാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് റിസീവ് ബി. ബിക്ക് കിട്ടിയ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാതെ നോക്കിയേ. എക്ക് കിട്ടിയത് എക്സ് ആണെങ്കിൽ, എക്ക് എക്സ് കിട്ടിയെങ്കിൽ, എക്ക് കിട്ടിയത് എക്സ് ആണെങ്കിൽ, നമുക്കറിയില്ല വാല്യൂ എക്സ് ആണെങ്കിൽ, എക്സിനേക്കാൾ നമ്മൾ പറഞ്ഞു എയുടെ കൂടെ പ്ലസ് ഡി കൂട്ടുന്നതാണ് ബി. ഏതോ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് ബി അല്ലേ? എക്സിൻ്റെ കൂടെ ഡി കൂട്ടുന്നത്, എക്സിൻ്റെ കൂടെ ഡി കൂട്ടുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ബിയെ കിട്ടും. എക്സിൻ്റെ കൂടെ ഡി കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? ബിയെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അവിടെ എഴുതാം എക്സ് പ്ലസ് ഡി. ബി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് ഡി. ഇനി അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഡിയും കൂടെ കൂട്ടിയാൽ നമുക്ക് സിയെ കിട്ടും അല്ലേ? ബിയുടെ കൂടെ വീണ്ടും ഒരു ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? ആ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? സിയെ കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ എഴുതാം എക്സ് പ്ലസ് 2D അല്ലേ? ഡി പ്ലസ് ഡി. ഇവിടുത്തെ ഒരു ഡി ഉണ്ട്, ഈ ഒരു ഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? സിയെ കിട്ടും. ഇനി അടുത്ത അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3 ഡി ആയാൽ നമുക്ക് ആരെ കിട്ടും? ഡിയെ കിട്ടും. 3 ഡി ആയാൽ ആരെ കിട്ടും? ഡിയെ കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഒരു ഡിയും കൂടെ ആയാൽ നമുക്ക് എക്സ് പ്ലസ് 4D ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? ഇയെ കിട്ടും. എക്സ് പ്ലസ് 4D ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? ഡിയെ കിട്ടും. എക്സ് പ്ലസ് 4D ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇയെ കിട്ടും അല്ലേ? ഇ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് 14 ആണ്. ആരെന്ന് പറയുന്നത്? ഇ എന്ന് പറയുന്നത് ആരാണ്? എക്സ് പ്ലസ് 14 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് 4D ഈക്വൽ ടു എക്സ് പ്ലസ് 40. മനസ്സിലായോ? എക്സ് പ്ലസ് 4D എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് 40 ആണെന്നാണ് നമുക്ക് എഴുതാം.
മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് ഒരേ സൈഡ് ഈക്വൽ ആയിട്ടുള്ളതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് എക്സും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ അവശേഷിക്കും? 4D = 40 എന്ന് അവശേഷിക്കും. 4D = 40. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഡി കണ്ടുപിടിക്കാമല്ലോ. ഡി എന്ന് പറയുന്നത് എന്താ? 40 ÷ 4 = 10 എന്ന് കിട്ടും. 40 ÷ 4 10 എന്ന് കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ ഏത് നമ്പറാണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയേക്കുന്നത്? 10 ആണ് ആഡ് ചെയ്ത് പോയേക്കുന്നത്. 10 എന്ന് പറയുന്ന നമ്പറാണ് എന്ത് ചെയ്തേക്കുന്നത്? ആഡ് ചെയ്ത് പോയേക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ആദ്യത്തേൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു 10 വീതം ഇങ്ങനെ ആഡ് ചെയ്താണ് പോയേക്കുന്നത് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇനി എന്താ? ബി ആണ് കണ്ടുപിടിക്കുക. ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? x+d എന്നാണല്ലേ? അപ്പം ബി എന്ന് പറയുന്നത് എത്രയാണ്? x+d ആണ്. അതിൽ ഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആരെ കണ്ടുപിടിക്കണം? എക്സിനെയും കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഡി കണ്ടുപിടിച്ച രീതി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സിനെ കണ്ടുപിടിക്കുന്ന രീതി ഒന്ന് നോക്കിയാലോ. നോക്കിയേ, എ എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞു? എ എന്ന് പറയുന്നത് എക്സ് ആണ്. ബി എന്ന് പറയുന്നത് x+d ആണ്. സി എന്ന് പറയുന്നത് x+2d ആണ്. അടുത്ത ഡി എന്ന് പറയുന്നത് x+3d ആണ്. ദെൻ ഇ എന്ന് പറയുന്നത് x+4d ആണെന്ന് പറഞ്ഞു അല്ലേ? ഇത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡി നമ്മൾ കണ്ടിട്ടു. ഡി എന്ന് പറയുന്ന 10 ആണെന്ന് പറഞ്ഞു അല്ലേ? ഡി = 10 ആണെങ്കിൽ ഇതിലെ ഓരോ വാല്യൂ നോക്കിയേ. എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? എ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? അതിൻ്റെ കൂടെ ഡി ഒന്നും കൂട്ടാനില്ല. അടുത്ത ബി എന്ന് പറയുന്നതോ x+1d അല്ലേ? ഒരു ഡി എ ഉള്ളതുകൊണ്ട് ഒരു 10 അവിടെ. അടുത്ത x+2d എന്ന് പറയുന്നതോ x+2 × 10 20. അടുത്ത x+3d എന്ന് പറയുന്നത് x+30. അടുത്ത x+4d എന്ന് പറയുന്നത് നമുക്കറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് x+40 ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? 720 രൂപയായിരിക്കും അല്ലേ? കാരണം നമ്മൾ പറഞ്ഞു ഇതെല്ലാം കൂടെ ഈ 720 രൂപയാണ് ഇവർ വീതിച്ചെടുത്തേക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? 720 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് 720 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഇനി നോക്കിയേ, 720 രൂപ = ഇവിടെ എത്ര എക്സ് ഉണ്ട്? 1 2 3 4 5 5x അല്ലേ? 5x പ്ലസ് ഇനി എത്ര ഉണ്ട്? 10 20 10 30 30 30 60 60 40 100. ഓക്കെ ആണോ? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 5x = 720 - 100 എത്ര കിട്ടും? നമുക്ക് 620 എന്ന് കിട്ടും. 620. ഇവിടെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 620 / എത്ര എന്ന് എടുക്കാം? 5 എന്ന് എടുക്കാം അല്ലേ? എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 5 = ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 620 / 5 നമുക്ക് ആൻസർ കിട്ടും 124. ഓക്കെ ആണോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 124 കിട്ടിയല്ലേ? എക്സ് എന്ന് പറയുന്ന ആരുടെ ടേമാണ്? എയുടെ ടേമാണ് 124. ഉടനെ ക്വസ്റ്റ്യനകത്ത് ഈ ഓപ്ഷനകത്തിൽ 124 കണ്ടുകൊണ്ട് ടിക്ക് ചെയ്യരുത്. എന്താ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബിക്ക് കിട്ടിയത് എന്താണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ബി എന്ന് പറയുന്നത് എത്രയാണ് ബിക്ക് കിട്ടിയത്? x+d ആണ് ബിക്ക് കിട്ടിയത് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം കിട്ടി 124. 124 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരെയാണ്? എക്സിനെയാണ്. എക്സ് പ്ലസ് അതിൻ്റെ കൂടെ ഡി ആയ 10 കൂടെ കൂട്ടി 134. ഇതാണ് നമ്മുടെ ആൻസർ 134, ഓപ്ഷൻ 1. മനസ്സിലായോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോക്കി, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ്. അടുത്ത ഇങ്ങനെ ഒരു സീരീസ് പോവുകയാണെങ്കിൽ ഇത് 51 അല്ല, 5i എന്ന് എഴുതിയേക്കുന്നത്. 5i, 7j, 11l, 17 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു സീരീസ് ആയിട്ട് പോവുകയാണെങ്കിൽ അടുത്ത ആളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അടുത്ത ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യം നമുക്ക് ഇവിടുത്തെ നമ്പേഴ്സ് ഒന്ന് നോക്കാം. 5 7 11 17 അല്ലേ? എന്താ വ്യത്യാസം നോക്കിയേ. 5ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് ആരെ കിട്ടി? 7 കിട്ടി അല്ലേ? 5ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് ആരെ കിട്ടി? 7നെ കിട്ടി. അടുത്ത 7ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് ആരെ കിട്ടി? 11നെ കിട്ടി. 7ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 11നെ കിട്ടി. 11ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ നമുക്ക് ആരെ കിട്ടി? 17നെ കിട്ടി. 11ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 17നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടെ കൂടെ കൂട്ടേണ്ടത് എന്തായിരിക്കും? 2 4 6 അല്ലേ? ഈവൻ നമ്പേഴ്സാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ ഏതായിരിക്കും? 8 ആയിരിക്കും. അപ്പം 17ൻ്റെ കൂടെ 8 ഒന്ന് കൂട്ടി നോക്കുക, 25. അപ്പം തന്നെ നമ്മുടെ ഓപ്ഷനകത്ത് 2 25 ഉണ്ട് അല്ലേ? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ രണ്ടാമത്തത്. ഇനി എന്താ നോക്കേണ്ടത്? അടുത്ത ലെറ്റർ നോക്കുക. ഐ കഴിഞ്ഞിട്ട് ജെ. ഐയുടെ കൂടെ 1 കൂട്ടുന്നു അല്ലേ? തൊട്ടടുത്ത നമ്പറായ ജെ കിട്ടും. IJ. അടുത്തതോ കെ കഴിഞ്ഞിട്ട് എൽ. ഒരാളെ വിട്ടിട്ടാണ് എൽ വരുന്നത് അല്ലേ? അപ്പോൾ ഐ കഴിഞ്ഞ് തൊട്ടടുത്ത ആൾ IJ, KL, MNO, P,
QRST. ഇത്ര എഴുതി നോക്കിയേ ഐ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നതാണ് ജെ എന്ന് പറയുന്നത് അല്ലേ, IJ തൊട്ടടുത്ത് വന്നു. അടുത്ത് നോക്കിയേ, അത് കഴിഞ്ഞിട്ട് ജെ കഴിഞ്ഞിട്ട് കെ ഒരാളെ മിസ് ചെയ്തിട്ടാണ് നമ്മൾ L എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തേനകത്തിൽ മിസ്സിങ് ഒന്നുമില്ല, 0 എന്ന് പറയാം. രണ്ടാമത്തേനകത്തിൽ ഒരാളെ മിസ് ചെയ്തിട്ടാണ് L എഴുതിയേക്കുന്നത്. അടുത്ത് നോക്കിയേ, എല്ലിൽ നിന്ന് ഓയിലേക്ക് വന്നപ്പോൾ 2 പേരെ ഇവിടെ മിസ് ചെയ്തു അല്ലേ, 2 പേരെ മിസ് ചെയ്തു. എമ്മും എന്നും മിസ് ചെയ്തിട്ടാണ് L കഴിഞ്ഞിട്ട് നമ്മൾ ആരോ ഉപയോഗിച്ചത്, O ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ O കഴിഞ്ഞ് അടുത്ത ആളെ എടുക്കുമ്പോൾ എത്ര പേരെ മിസ് ചെയ്യും നോക്കേ. ഇവിടെ ആരെയും മിസ് ചെയ്തിട്ടില്ല ഫസ്റ്റിനകത്ത്, അടുത്തതിനകത്ത് ഒരാളെ മിസ് ചെയ്തു, അത് കഴിഞ്ഞ് 2 പേരെ മിസ് ചെയ്തു, അടുത്ത എത്ര പേരെ മിസ് ചെയ്യും, 3 പേരെ മിസ് ചെയ്യും. എന്ന് വെച്ചാൽ PQRനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, കണക്കൂട്ടത്തിൽ അടുത്ത എടുക്കുന്ന ആരായിരിക്കും, എസ്സിനെ എടുക്കും അല്ലേ. അപ്പോൾ ആൻസർ 25S എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അടുത്ത കണക്കിലേക്ക് പോകാം. ഇത് നോക്കിയേ, two trains, one 152.5 meter long and the other 157.5 meter long, coming from opposite direction, crossed each other in 9.3 seconds. The combined speed of the two trains every hour would then be. എന്താ പറഞ്ഞേക്കുന്നത്, 152.5 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനും 157.5 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനും കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇങ്ങനെ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ്. അങ്ങനെ ഇവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ഇവരിങ്ങനെ ക്രോസ് ചെയ്ത് പോകാനെടുത്ത സമയം എന്ന് പറയുന്നത് 9.3 സെക്കൻഡ് ആണ്. 9.3 സെക്കൻഡ്. അങ്ങനാണെങ്കിൽ ദ കമ്പൈൻഡ് സ്പീഡ് ഓഫ് ദി ടു ട്രെയിൻസ് എവറി അവർ വുഡ് ദെൻ ബി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കമ്പൈൻഡ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കാം എന്താണ്. നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ സ്പീഡ് പറയുന്നത് എങ്ങനെ, 60 km/h അങ്ങനെയല്ലേ നമ്മൾ സ്പീഡ് പറയുന്നത്, 60 km/h 70 km/h സ്പീഡിലാണ് വന്നത്, 80 km/h സ്പീഡിലാണ് വന്നതെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇത് നോക്കിയേ, km/h ഇത് സ്പീഡല്ലേ നമ്മൾ പറയുന്നത്. സ്പീഡ് എത്ര സ്പീഡിലാണ് വന്നത്, നമ്മൾ പറയാം 60 km/h. ഈ km/h എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ യൂണിറ്റ്, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. കിലോമീറ്റർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. ഹവർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കും, ടൈമിനെ സൂചിപ്പിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ S = D/2. ഇനി നമ്മൾ ഇക്വേഷൻസ് കൺഫ്യൂഷൻ വന്നാലോ മറന്നുപോയാലോ ക്വസ്റ്റ്യനകത്ത് നിന്ന് തന്നെ നമുക്ക് ഇക്വേഷനെ എടുക്കാം. km/h എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഇവിടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ടൈം തന്നിട്ടുണ്ട് അല്ലേ, ഓക്കെ ടൈം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ നോക്കിയേ, 152 157 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ട്രെയിൻ പരസ്പരം ക്രോസ് ചെയ്ത് പോവുകയാണ് അല്ലേ, പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ്. 2-3 കണ്ടീഷൻ പറയാം. ഒന്ന്, ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ മറികടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു, അല്ലെങ്കിൽ 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ പാലം ഒരു ട്രെയിൻ കടക്കുന്നു, ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു, ബ്രിഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുകളിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരവും നമ്മുടെ ട്രെയിനിൻ്റെ ദൂരവുമായിരിക്കും നമ്മൾ ടോട്ടൽ ദൂരമായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 2 ട്രെയിൻസിൻ്റെ ദൂരമായിരിക്കും നമ്മൾ ടോട്ടൽ ദൂരമായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ ദൂരവും കൂടെ ചേർത്താണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ഇങ്ങനെ വരുന്ന കേസുകളിൽ കണ്ടോ, നല്ല നീളമുള്ള സാധനങ്ങളാണല്ലോ. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നീളമുണ്ട്, 2 ട്രെയിൻസ് തമ്മിൽ നീളമുണ്ട്, അതേപോലെ പാലത്തിന് നീളമുണ്ട് അല്ലേ. ഇങ്ങനെ നീളമുള്ള സാധനം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ടോട്ടൽ ലെങ്തായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെതും മറ്റ് ട്രെയിനിൻ്റെയോ അല്ലെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെയോ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യാനായിട്ട് എടുക്കും. അത് ടോട്ടലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നേരെ മറിച്ചൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സിഗ്നൽ ഇങ്ങനെയുള്ളതിനെയൊക്കെ മറികടക്കുന്ന ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ, ട്രെയിൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ മറികടക്കുന്നു എന്നും പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ട്രെയിനിൻ്റെ മാത്രം ദൂരമായിരിക്കും. മനസ്സിലായല്ലോ.
ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന 2 ട്രെയിനുകൾ പരസ്പരം ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 ട്രെയിനുകൾ പറഞ്ഞിട്ടുണ്ട് 152ഉം 157 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടും അല്ലേ. 152.5ഉം 157.5ഉം കൂടെ എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യും. 152.5 പ്ലസ് 157.5 മനസ്സിലായോ. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടൈം എത്ര, 9.3. ഇതാണ് ഇവിടുത്തെ ടൈം. നോക്കിയേ, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. 152.5ഉം 157.5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 310 എന്ന് ആൻസർ കിട്ടും. 310 ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 310. എത്ര സെക്കൻഡ് കൊണ്ട്, 9.3 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, 310 മീറ്റർ എത്ര സെക്കൻഡ് കൊണ്ട്, 9.3 സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇതിപ്പം കിടക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. മീറ്റർ പെർ സെക്കൻഡ് 310 മീറ്റർ നോക്കിയാൽ 152.5 മീറ്ററും 157.5 മീറ്ററും എന്നല്ലേ. ഇത് നമ്മൾ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എന്തിലാണ് കിട്ടുന്നത്, മീറ്ററിലാണ് കിട്ടുന്നത്. അതേപോലെ 9.3 സെക്കൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് വരുന്നത് എന്താ, കിലോമീറ്റർ പെർ ഹവർ ആണ് ഓപ്ഷനായിട്ട് വരുന്നത്, കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് കിട്ടി. അതിന് ഇനി എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണം. ഒരു മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു സാധനത്തിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, 310.9.3 ഇൻറ്റു എന്ത് ചെയ്യണം, 18/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 18/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അത് പഠിച്ചു വെച്ചേക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം, 18/5 കൊണ്ട് ഗുണിക്കണം. അതേപോലെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായോ. ഇത് പഠിച്ചിരിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ദേ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ അളവാണ്, അതിനെ വലിയ അളവിലോട്ട് മാറ്റുമോ, കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റുക അല്ലേ. അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് ചെറിയ അളവാണ്, അതിനെ നമ്മൾ ഹവറിലോട്ട് മാറ്റുക. അങ്ങനെ ചെറുതിനെ വലുതിലോട്ട് ആക്കുമ്പോഴേ നോക്കി ഇവിടെ മേളിൽ വലിയ സംഖ്യ വരണം, 18 എന്ന് പറയുന്ന സംഖ്യ വരണം. ഇനി കിലോമീറ്റർ പെർ ഹവറിനെ അല്ലെങ്കിൽ കിലോമീറ്ററിന് നമ്മൾ മീറ്ററിലോട്ട് ആക്കുവാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ കിലോമീറ്ററിന് മീറ്ററിലോട്ട് ആക്കുക എന്ന് വെച്ചാൽ ചെറുതിലോട്ട് ആക്കുക. അപ്പം ചെറിയ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. ചിലപ്പം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് 18/5 കൊണ്ടാണോ ഗുണിക്കേണ്ടത്, അത് 5/18 കൊണ്ടാണോ ഗുണിക്കേണ്ടതെന്നൊരു ഡൗട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ 310 ഡിവൈഡ് ബൈ 9.3 ഇൻറ്റു 18/5 നമുക്ക് ചെയ്യുമ്പോൾ 120 എന്ന് ആൻസർ കിട്ടും. 120 കിലോമീറ്റർ പെർ ഹവർ. 120 കിലോമീറ്റർ പെർ ഹവർ, ഓപ്ഷൻ 4. മനസ്സിലായോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം ഇൻ ദിസ് സീരീസ്. ഈ സീരീസിലുള്ള അടുത്ത ടേം എന്താണ് നോക്കി. സീരീസ് നോക്കിയേ, ആദ്യം ഒരു ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തേക്കുന്നു, അത് കഴിഞ്ഞ് ഒരു നമ്പർ കൊടുത്തിരിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ABCD അല്ലേ. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം ABCD എഴുതി വെക്കുന്നതല്ലായിരിക്കും കേട്ടോ, എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ABCD. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിനകത്തോട്ട് നോക്കിയേ. ആദ്യം BDF. എന്താ പ്രത്യേകത നോക്കിയേ. ആദ്യം B എഴുതിയിരിക്കുന്നു, അത് കഴിഞ്ഞ് D എഴുതിയേക്കുന്നു, അത് കഴിഞ്ഞ് F എഴുതിയേക്കുന്നു. എന്താ പ്രത്യേകത നോക്കിയേ. ഓരോ ലെറ്ററിനെയും ഒഴിവാക്കിയിട്ടാണ് അടുത്തടുത്ത ലെറ്റർ എഴുതിയേക്കുന്നത്. ഓക്കെ, B എഴുതിയിട്ട് C ഒഴിവാക്കിയിട്ട് D എഴുതിയേക്കുന്നു. അടുത്ത E ഒഴിവാക്കിയിട്ട് F എഴുതിയേക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും, നമ്മൾ G ഒഴിവാക്കിയിട്ട് ആരെഴുതും, H എഴുതും. G ഒഴിവാക്കിയിട്ട് H എഴുതി. അടുത്ത നോക്കിയേ. 25, 23, 22. എന്താ പ്രത്യേകത. 25-ൽ നിന്നും 2 കുറച്ചപ്പോൾ നമുക്ക് 23 കിട്ടി. അതിൽ നിന്നും വീണ്ടും 2 കുറച്ചപ്പോൾ നമുക്ക് ആരെ കിട്ടി, 21 കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 21-ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആരെ കിട്ടും, 19 കിട്ടും. 19. മനസ്സിലായോ. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടി 2. ഓക്കെ, ഒന്ന് കൺഫേം ചെയ്യാം. 2ൻ്റെ അവസാനം S അല്ലേ, ഇവിടെ S ആണോ വരുന്നതെന്ന് നോക്കാം. നോക്കിയേ. Y അടുത്ത പറഞ്ഞേക്കുന്നത് Y കഴിഞ്ഞിട്ട് അടുത്ത എഴുതിയേക്കുന്നത് ഏതാ, Y കഴിഞ്ഞിട്ട് W, അതായത് എക്സിനെ ഒഴിവാക്കി. ഇനി W കഴിഞ്ഞിട്ടോ W കഴിഞ്ഞിട്ട് V ഒഴിവാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആരായിരിക്കും, T ഒഴിവാക്കിയിട്ട് നമ്മൾ ആരെ എടുക്കും, എസിനെ എടുക്കും. നോക്കിയേ. H19S. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. വിച്ച് ആൻസർ ഫിഗർ വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഗിവൺ പ്രോബ്ലം ഫിഗർ സീരീസ്. നോക്കിയേ, ഇവിടെ ഒരു 3 പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. 1, 2, 3. അടുത്ത ഒരു പടം മിസ്സിംഗ് ആണ്. അവിടെ വരാണ്ട പടം അല്ലെങ്കിൽ അവിടെ വരാൻ ചാൻസ് ഉള്ള പടം താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതേ ഒരു വര വരച്ചിരിക്കുന്നു, 2 വൃത്തം അല്ലേ. അടുത്തതിനകത്തിലോ ഈ 2 വൃത്തം 2 അറ്റത്തായിരിക്കുന്നു, കണ്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്തതിനകത്ത് നോക്കിയേ, ഇതേ ഇവിടെ 2 സ്ക്വയറും മാതിരി 2 രൂപം വരച്ചിരിക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത പടത്തിൽ ഈ 2 രൂപം എവിടെ വരും, ഈ വരയുടെ 2 അറ്റത്തായിട്ട് വരും അല്ലേ. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ B. സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കിയേ. ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ ഗിവൺ ബൈ 1, 2,
-4 -3 4 1 ഈസ്. ഓക്കെ, എന്താ പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എന്ന് വെച്ചാൽ ശീർഷകങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പോയിന്റ് 3 പോയിന്റ് കാണും അല്ലേ, 3 മൂലകൾ കാണും, ABC 3 മൂലകൾ കാണും. ആ 3 മൂലകളുടെ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, കോർഡിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോറി, ഇതേ നോക്കി, ABC എന്ന് പറയുന്ന 3 മൂലകൾ കാണും അല്ലേ, 3 വെർട്ടീസസ് കാണും. ആ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ് ആണ് പറഞ്ഞേക്കുന്നത് 1 2 -4 3 4 1. ഓക്കെ, എന്താ ഈ എന്താ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ XY ഒക്കെ എഴുതി പഠിച്ചിട്ടുണ്ടോ? എക്സ് വൈ, എക്സ് ഡാഷ്, വൈ ഡാഷ്. ഇവിടെ ഇങ്ങനെ 1 2 3 4. പണ്ട് നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കത്തില്ലായിരുന്നോ? 1 2 3, താഴോട്ട് പോയി കഴിഞ്ഞാൽ -1 -2 -3. വലത്തോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലോ -1 -2 -3. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്തിൽ ഓരോ പോയിന്റിനെയും നമ്മൾ 2 പോയിന്റ് വെച്ചതാണ് പറയുന്നത് അല്ലേ. ഇതിനകത്തുള്ള ഓരോ പോയിന്റിനെയും നമ്മൾ കോർഡിനേറ്റ് എന്ന് പറയും. ആ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓരോ പോയിന്റിനെയും കോർഡിനേറ്റ് പറയുന്നത് എക്സിൻ്റെ ഒരു ടേം കാണും അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സിൽ നിന്നും കിട്ടിയ ഒരു ടേം കാണും. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും, അവിടെ നിന്ന് വൈയിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റും കാണും. ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് പറയുന്നത്. ആദ്യത്തെ കോർഡിനേറ്റ് എക്സ് ആയിരിക്കും, രണ്ടാമത്തെ കോർഡിനേറ്റ് വൈ ആയിരിക്കും. ഇതാണ് കോർഡിനേറ്റ്. അപ്പോൾ ഇങ്ങനൊരു XY അല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്രാഫിനകത്ത് വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ട്രയാങ്കിളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് അവർ പറയുന്നുണ്ട്. 3 വെർട്ടീസസിനകത്തുള്ള കോർഡിനേറ്റ് അവർ പറയുന്നുണ്ട്. എത്രയൊക്കെയാണ്? -1 A എന്ന് പറയുന്നത് 1,2 ആണ്. അടുത്തത് -4 -3 ആണ്. അടുത്ത C എന്ന് പറയുന്നത് 4 1 ആണ്. 3 വെർട്ടീസസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏരിയ കാണുക. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഒരു ട്രയാങ്കിൾസിൻ്റെ വെർട്ടീസസ് തന്നിട്ട്, ഒരു ട്രയാങ്കിൾസിൻ്റെ മൂലകളുടെ കോർഡിനേറ്റ് തന്നിട്ട്, ഒരു ട്രയാങ്കിൾസിൻ്റെ വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ് തന്നിട്ട് നമുക്ക് ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ അങ്ങ് കാണാൻ പഠിച്ചു വെച്ചേക്കുക. എന്താ ഇക്വേഷൻ? ഏരിയ ഈക്വൽ ടു കാണാൻ പഠിച്ചു വെച്ചുക. ഏരിയ ഈക്വൽ ടു ഹാഫ്. ഇക്വേഷൻ നോക്കിയേ. കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ½ × x1 × y2 - y3 പ്ലസ് x2 × y3 - y1 പ്ലസ് x3 × y1 - y2. പഠിച്ചിരിക്കാൻ ഭയങ്കര പാടൊന്നുമില്ല. അതേ നോക്കിയേ, ഇവിടെ x1 ഉണ്ട് അല്ലേ, 1ൻ്റെ ഒരു കോർഡിനേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് വൈയുടെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 2ഉം 3ഉം ആയിരിക്കും. കണ്ടോ, 1 2 3. എക്സിൻ്റെത് 1 ആണെങ്കിൽ x1, അങ്ങനെയാണെങ്കിൽ വൈയുടെ 2 കോർഡിനേറ്റ് വരും y2 - y3. ഓക്കെ, അടുത്ത നോക്കിയേ, എക്സിൻ്റെ കോർഡിനേറ്റ് അടുത്തടുത്ത് 2 വരും. 2 വരുമ്പോഴോ 1ഉം 3ഉം അല്ലെങ്കിൽ 3ഉം 1ഉം ആയിരിക്കും വൈയുടെ കോർഡിനേറ്റ്, 3ഉം 1ഉം. ഇനി അടുത്ത x3 വന്നു കഴിഞ്ഞാലോ വൈയുടെ കോർഡിനേറ്റ് 1ഉം 2ഉം ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നോക്കിയേ, ഇവിടെ x1 y1 എന്ന് പറയുന്നത് നമുക്ക് ആരെ കൊടുക്കാം? 1,2. x1 y1 എന്ന് പറയുന്ന 1,2 എന്ന് വെച്ചാൽ ഇതിനകത്തിലെ x1 എന്ന് പറയുന്ന 1ഉം y1 എന്ന് പറയുന്ന 2ഉം ആയിരിക്കും. അടുത്ത x2 y2ന് നമുക്ക് എഴുതാം. x2 y2 എന്ന് പറയുന്നത് എത്രയാണ്? -4 -3. -4, -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 -4ഉം y2 ആരാ? -3ഉം. അടുത്ത നോക്കിയേ, x3 y3. അടുത്ത കോർഡിനേറ്റ് x3 y3. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4,1 എന്ന് വെച്ചാൽ y3 എന്ന് പറയുന്ന 4 ആണ്. x3 എന്ന് പറയുന്ന 4 ആണ്, y3 എന്ന് പറയുന്ന 1 ആണ്. ഇനി ഇത് ഈ ഇക്വേഷനകത്തോട്ട്, ഈ ഓരോ പോയിന്റ് ഇക്വേഷനകത്തോട്ട് ഇട്ട് നോക്കിയേ. ½ × x1. ഇവിടുത്തെ x1 എത്ര? 1 അല്ലേ. 1 × y1 y2 എന്ന് പറയുന്നത് എത്ര? y2 എന്ന് പറയുന്നത് -3 ആണ്. -3 y3 എത്രയാ? 1 അല്ലേ. y3 1. ഇനി പ്ലസ് x2. ഇവിടുത്തെ x2 എത്ര? -4 × y3 എന്ന് പറഞ്ഞാൽ 1 മൈനസ് y1 എന്ന് പറയുന്ന 2. ഓക്കെ, 2 എഴുതി. ദെൻ പ്ലസ് അടുത്ത x3 ഏതാ? x3 എന്ന് പറയുന്ന 4 × ഇവിടുത്തെ അടുത്ത എന്താ? y1 - y2 എന്നാണ്. y1 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് y2 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു -3. ഓക്കെ, മൈനസ് കൊടുക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കണേ. ½ × 1 × -3 -1 ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ. -3 -1 അങ്ങനെ ഒരേ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തമ്മിൽ കൂട്ടി പൊതു ചിഹ്നം ഇട്ട് കൊടുക്കണം. 3 + 1 4 കിട്ടും അല്ലേ. രണ്ടിടത്തും മൈനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് കൊടുക്കും. അപ്പം 1 × -4
പ്ലസ് അടുത്ത -4 ഇൻറ്റു -1 മൈനസ് ടു ആൻസർ കിട്ടും -1 1 -2 1ൽ നിന്നും 2 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് -1 കിട്ടും പ്ലസ് 4 ഇൻറ്റു ഇതേ നോക്കിയേ 2 മൈനസ് -3 എന്ന് എഴുതിയേക്കുന്നത് 2 മൈനസ് 3 എന്ന് വെച്ചാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് മാറും അല്ലേ അപ്പോൾ 2 + 3 എന്നാവും മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താവും പ്ലസ് ആവും എന്ന് വെച്ചാൽ 2 + 3 ആയി 2 + 3 എന്ന് വെച്ചാൽ 5 കിട്ടും അല്ലേ ഇനി നോക്കിയേ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു -4 ആൻസർ -4 എന്ന് കിട്ടും 1 ഇൻറ്റു -4 -1 നമ്മൾ പറഞ്ഞു ഒരേ ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഒരേ ചിഹ്നങ്ങളാണ് തന്നേക്കുന്നത് അല്ലേ -4 ഇവിടെ ഗുണിക്കാനാണ് തന്നേക്കുന്നത് കേട്ടോ ഇവിടെ ഗുണനമാണ് -4 ഇൻറ്റു -1 തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ട് മൈനസിനെ തമ്മിൽ ഗുണിച്ചാൽ എന്തായി മാറും പ്ലസ് ആയി മാറും 4 ഇൻറ്റു 1 4 ഓക്കെ ആണോ അടുത്ത് നോക്കിയേ പ്ലസ് 4 ഇൻറ്റു 5 20 ഇനി -4ഉം +4ഉം കൂടെ ക്യാൻസലായി പോകുന്നു ആൻസർ എത്ര കിട്ടും 1/2 ഇൻറ്റു 20 എത്ര കിട്ടും നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ ആൻസർ 10 എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ആൻസർ എത്ര കിട്ടി നമുക്ക് 10 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടി അപ്പം കോർഡിനേറ്റ് മാത്രം തന്നു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ ഏരിയ കണ്ടുപിടിക്കാനുള്ള വഴി കിട്ടിയല്ലോ എന്താ ഹാഫ് ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2 ഓക്കെ ആണോ ഓക്കെ അടുത്ത് നോക്കാം ദ HCF ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് ഈസ് എന്താ കോപ്രൈം നമ്പേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ആദ്യത്തേനകത്തിൽ അരിത്തമെറ്റിക് എന്ന ടോപ്പിക്കിനകത്തിൽ നമ്മൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്താണ് പ്രൈം നമ്പേഴ്സ് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ഇതിനൊക്കെ നല്ല രീതി എക്സ്പ്ലെയിൻ ചെയ്തു പോയ ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് തന്നെ എങ്ങനെയാണ് എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ് 1 ആയിരിക്കും ഇതാണ് നമ്മൾ ഡെഫിനിഷനായിട്ട് തന്നെ കോപ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അല്ലേ രണ്ട് നമ്പേഴ്സ് ഉദാഹരണം 5ഉം 6ഉം രണ്ട് നമ്പേഴ്സ് ആ രണ്ട് നമ്പേഴ്സ് നാച്ചുറൽ നമ്പറാണ് അല്ലേ നാച്ചുറൽ നമ്പറായ രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ 5ൻ്റെയും 6ൻ്റെയും നമ്മൾ HCF കണ്ടു കഴിഞ്ഞാൽ എത്രയും കിട്ടും നമുക്ക് 1 എന്ന ആൻസർ കിട്ടും അങ്ങനെയാണെങ്കിൽ HCF ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് എത്രയായിരിക്കും 1 ആയിരിക്കും പഠിച്ചു വെച്ചേക്കുക HCF ഓഫ് കോപ്രൈം നമ്പേഴ്സ് 1 അങ്ങനെ HCF 1 വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ ദ കോസ് സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ ഇതിനെ 5 എന്ന് വിളിക്കാം കോസ് സ്ക്വയർ 5 പ്ലസ് 1/cosec സ്ക്വയർ 5 പ്ലസ് 17 ഈക്വൽ ടു എക്സ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ എക്സ് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോസ് സ്ക്വയർ 5 പ്ലസ് 1/cosec സ്ക്വയർ 5 പ്ലസ് 17 ഈക്വൽ ടു എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ എന്താ 1/cosec എന്ന് വെച്ചാൽ എന്താ അർത്ഥം 1/cosec 5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം sin 5 എന്നാണ് 1/cosec 5 എന്ന് വെച്ചാൽ cosec 5യുടെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത് sin 5 എന്ന് പറയുന്നത് അതേപോലെ 1/sec 5 എന്ന് പറയുന്നത് എന്തായിരിക്കും cos 5 ആയിരിക്കും cos 5 ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഇക്വേഷൻസ് കിട്ടും ആ ഇക്വേഷൻസ് അന്നേരം അങ്ങ് കാണാൻ പഠിച്ചു പോവുക അപ്പോൾ ഇവിടെ ഒരെണ്ണം പഠിച്ചത് എന്താ 1/cosec 5 എന്ന് പറയുന്നത് sin 5 ആയിരിക്കും അല്ലെങ്കിൽ 5ക്ക് വരെ നമ്മൾ തീറ്റ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പറയാൻ എളുപ്പമായിരിക്കും 1/cosec തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും sin തീറ്റയാണ് അങ്ങനെയാണെങ്കിൽ 1/cosec സ്ക്വയർ തീറ്റ എന്തായിരിക്കും sin സ്ക്വയർ തീറ്റ ആയിരിക്കും മനസ്സിലായോ 1/cosec സ്ക്വയർ തീറ്റ എന്തായിരിക്കും sin സ്ക്വയർ തീറ്റ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കാം cos സ്ക്വയർ 5 പ്ലസ് 1/cosec സ്ക്വയർ 5 എന്തെന്ന് വിളിക്കാം നമുക്കെന്ന് പറഞ്ഞു sin സ്ക്വയർ 5 എന്ന് വിളിക്കാം sin സ്ക്വയർ 5 പ്ലസ് 17 ഈക്വൽ ടു എക്സ് ആണ് ആണ് എക്സ് ഓക്കെ ഇനി അടുത്തൊരു ഇക്വേഷൻ പഠിച്ചു രണ്ടാമത്തെ ഇക്വേഷൻ cos സ്ക്വയർ തീറ്റ
കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? 1 എന്ന് കിട്ടും. കാണാൻ പിടിച്ച് വെച്ചേക്കുക കേട്ടോ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? 1 എന്ന് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് 17 ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും നമുക്ക്? 18. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടി? 18 ആണെന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്ന 18. നമ്മുടെ ഓപ്ഷനകത്തുകൊണ്ട് ചാടി കയറി ടിക്ക് ചെയ്യരുത്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 18ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എത്ര 18ൻ്റെ സ്ക്വയർ? 324. എത്ര കിട്ടും? 324. അതാണ് നമ്മുടെ ആൻസർ. നോക്കിയേ, 324. 18 ഓപ്ഷനകത്തുണ്ട്, ചാടിക്കറി ടിക്ക് ചെയ്യരുത്. എത്രയാണ് ആൻസർ? 324. 18ൻ്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഓപ്ഷൻ ഫിഗേഴ്സ് ബിയേഴ്സ് ദ ക്ലോസസ്റ്റ് റിസംബിൾസ് ടു ദി ക്വസ്റ്റ്യൻ ഫിഗർ? നോക്കിയേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഈ ക്വസ്റ്റ്യൻ ഫിഗറിനോട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു ഫിഗർ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കണ്ടുപിടിക്കുക. നോക്കുമ്പോഴേ നമുക്കറിയാമല്ലേ. ഇവിടെ നോക്കി രണ്ട് സാധനത ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നല്ലേ. അതിനോട് ഏറ്റവും സാമ്യമുള്ള ഫിഗർ ഏതാ? ദേ ഇത് ഓപ്ഷനകത്ത് നമ്മൾ ബി. കണ്ടോ? കാണുമ്പോഴേ നമുക്കറിയാം, വലിയ പാടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? താഴെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് ട്രൂ എന്ന് വെച്ചാൽ ഏതാണ് ഇതിനകത്ത് ശരി? ഇതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അവർ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചാൽ. അപ്പോൾ നോക്കി, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 9/16 13/24 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ഓപ്ഷനകത്ത് പറഞ്ഞേക്കുന്നത് 13/24 9/16 വലുതാണ്. അതാ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കണ്ടോ? ഈ വാ തുറന്നിരിക്കുന്ന ഭാഗത്തെ വലിയ സംഖ്യയാണ്, ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്ന ഭാഗം ചെറിയ സംഖ്യയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് 13/24 ഒരു വലിയ സംഖ്യയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഇത് രണ്ടും ഏകദേശം ഇത് രണ്ടും സെയിം ആണെന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 9/16 ആണ് വലിയ സംഖ്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ പറഞ്ഞേക്കുന്നത് എന്താ? 13/24 വലിയ സംഖ്യയും ഈക്വലുമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നെങ്കിൽ ഈക്വലാണ്, അല്ലെങ്കിൽ വലിയ സംഖ്യയോട് അടുത്ത്, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രാക്ഷനകത്ത് പഠിച്ച എന്താ? ദ കമ്പാരിസൺ ഓഫ് ടു ഫ്രാക്ഷൻസ്. രണ്ട് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്ന രീതിയാണ് ഈ പഠിച്ചിരിക്കുന്നത് അല്ലേ. എങ്ങനെയായിരുന്നു നമ്മൾ രണ്ട് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുന്ന ഒരുപാട് മെത്തേഡ് പറഞ്ഞു. അതിലൊരു മെത്തേഡാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഈ രണ്ടിടത്തും ഓരോ 0 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് 90ഉം 130 ആയി. 90 130 ആയി അല്ലേ. ഇനി നോക്കിയേ, 90/16. ഞാനൊന്ന് ചെയ്യുക. 90/16 എത്ര തവണ ചെയ്യാൻ പറ്റും എനിക്ക്? 16 × 5 ചെയ്താൽ എനിക്ക് 80 എന്ന് കിട്ടും. 16/5 16 × 5 ചെയ്താൽ എനിക്ക് 80 എന്ന് കിട്ടും. ബാലൻസ് 100 അല്ലേ. ഇവിടെ ഒരു ബാലൻസ് 10. ഞാനിവിടെ ഒരു പോയിൻറ്റും കൂടെ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 100 എന്ന് ബാലൻസ് കിട്ടും. ഇനി ഞാൻ 6 തവണ 16 × 6 എനിക്ക് 96 എന്ന് കിട്ടി. 96 ബാലൻസ് 4. ഇവിടെ വരെ ചെയ്ത് നിർത്തുക. 5.6. അപ്പം 90/16 അവിടെ എനിക്ക് ആൻസർ എത്ര കിട്ടും? 5.6 എന്ന് കിട്ടും. 5.6. ഇനി അതേപോലെ ഞാൻ 130/24 ചെയ്യുക. 130/24 ചെയ്യുമ്പോൾ എത്ര കിട്ടും എനിക്ക്? 5 കൊണ്ട് ഗുണിക്കുന്നു. 24-നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 120 എന്ന് കിട്ടും അല്ലേ. ഇവിടെയും ബാലൻസ് 10 വന്നു. ഞാനൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു, ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യും? 24 × 4 അല്ലേ. 24 × 4 96 എന്ന് കിട്ടും. 24 × 4 എത്ര കിട്ടും എനിക്ക്? 96. ബാലൻസ് 4 എന്ന് കിട്ടി. ഇവിടെ നോക്കി, ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 5.4 എന്ന് കിട്ടി. അപ്പം 90/16 ചെയ്തപ്പോൾ 5.6 എന്നും 130/24 ചെയ്തപ്പോൾ എനിക്ക് 5.4 എന്നും കിട്ടി. ഇവിടെ നോക്കിയേ, ഇതിലേതാ വലിയ സംഖ്യ? നമുക്കറിയാം 5.6 ആണ് വലിയ സംഖ്യ അല്ലേ. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഈ വാ തുറന്നിരിക്കുന്ന ഭാഗത്ത് എന്ത് കൊടുക്കും? നമ്മൾ വലിയ സംഖ്യ കൊടുക്കും. വാ അടഞ്ഞിരിക്കുന്ന ഭാഗത്ത് ചെറിയ സംഖ്യ കൊടുക്കും. അപ്പം ഇത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? സിമ്പിൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 56 / 1/3 പിന്നെ ബ്രാക്കറ്റിനകത്ത് 15 + 12 - 9 + 6 - 5 + 7 ഇതാണ് പറഞ്ഞേക്കുന്നത്. ഏതാ റൂള്? കുറേ ക്രിയകൾ ഒന്നിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളെ റൂൾ ഏതാ? ബോഡ് മാസ് അല്ലേ. ബോഡ് മാസ്.
ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ അല്ലേ. എന്താ വി ബോർഡ് മാസ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. വി ബോർഡ് മാസ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഈ ബാർ സൈൻ കൊടുത്തേക്കുന്നുണ്ടോ 5ൻ്റെയും 7ൻ്റെയും മുകളിൽ എവിടാണോ ബാർ സൈൻ കിടക്കുന്നത് അത് വേണം ആദ്യം നമ്മൾ ചെയ്യാൻ. ബാർ സൈൻ ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യം ചെയ്യാം. ബാർ സൈൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്പറിൻ്റെ മേളിൽ ഇങ്ങനെ വരയിട്ടേക്കുന്നുണ്ടെങ്കിൽ ആ ക്രിയ നമ്മൾ ആദ്യം ചെയ്യുക. ഇവിടെ നോക്കിയേ 5+7 മുകളിലാണ് ആദ്യം വര കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത് ആദ്യം ചെയ്യുക. 5+7, 5ൻ്റെയും 7ൻ്റെയും മേളിലാണ് എന്ത് കിടക്കുന്നത്, ബാർ സൈൻ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ആദ്യം ചെയ്യുന്നു. എത്രയാ, 5+7 12 എന്ന് എനിക്ക് കിട്ടി, 12. ഇനി അത് കഴിഞ്ഞ് എന്താ, ബ്രാക്കറ്റ് ഓപ്പൺ. ബ്രാക്കറ്റിനകത്തിൽ ഏതൊക്കെ ക്രിയ ഉണ്ടോ അത് വേണം ആദ്യം ചെയ്യാൻ. ഇവിടെ നോക്കിയേ 2 ബ്രാക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം അകത്ത് കിടക്കുന്നത് ഇത്രയും പോർഷൻ ഇത് നമുക്ക് ആദ്യം ചെയ്യാം. നോക്കിയേ 5+7 12 എന്ന് കിട്ടി, -9 + 6 - 12 അല്ലേ. 9 + 6 എത്ര കിട്ടും നമുക്ക്, 17 എന്ന് കിട്ടും. 15 എന്ന് കിട്ടും അല്ലേ. 9 + 6 15 എന്ന് കിട്ടും. 15 - 12 ആൻസർ എത്ര കിട്ടും നമുക്ക്, 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എത്ര എന്ന് കിട്ടി നമുക്ക്, 3 എന്ന് കിട്ടി. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ബാക്കി എന്താ, അടുത്ത ബ്രാക്കറ്റ് നോക്കുക. അടുത്ത വലിയ ബ്രാക്കറ്റ് അല്ലേ. എന്തൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, 15 + 12 - ഇനി ആ ചെറിയ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ ചെയ്തു. ആൻസർ എത്ര കിട്ടി, 3 എന്ന് കിട്ടി. കണ്ടോ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം, ബാർ സൈൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യുക. അതിനുശേഷം ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റിൽ ഏതാണോ കിടക്കുന്നത് അത് ചെയ്യുക. അങ്ങനെ അകത്തുനിന്ന് വേണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരാൻ. ഓക്കെ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അടുത്ത ബ്രാക്കറ്റിലേക്ക് വന്നു. 15 + 12 27, 27 - 3 24 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഏത് ക്രിയയാണ് കിടക്കുന്നത്, 56 / 1/3. ഈ ബ്രാക്കറ്റ് കൊടുക്കുന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഇൻറ്റു ആണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 24 അല്ലേ. അപ്പം നമ്മുടെ 56 / 1/3 × 24 എന്നല്ലേ. ഇതിനെ നമുക്ക് 56 / 1/3 × 24 നമുക്ക് എങ്ങനെ എഴുതാം, 24/3 എന്ന് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യാൻ പറയുന്നത്, അത് ഓർഡർ നോക്കിയേ. ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, ഡിവൈഡ് ചെയ്യാനുള്ളതൊക്കെ ഡിവൈഡ് ചെയ്യുക. നോക്കിയേ 24 / 3 നമുക്ക് എത്ര കിട്ടും ആൻസർ, 24 / 3 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്, 8 എന്ന് കിട്ടും അല്ലേ. 24 / 3 8 എന്ന് കിട്ടും. അപ്പോൾ 56 / 8 എന്നായി. 56 എന്തായി, 8 എന്നായി. ഇനി എന്ത് ചെയ്യും, 56നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്, 7 എന്ന് കിട്ടും അല്ലേ. ആൻസർ 7, ഓപ്ഷൻ 2. മനസ്സിലായോ പറഞ്ഞത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ ഡയഗ്രാം ഫോർ ദ ഫോളോവിങ് വേർഡ്സ്. താഴെ പറയുന്ന വേർഡ്സ് നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിളായ വെൻ ഡയഗ്രാം നോക്കുക. ഇവിടെ നോക്കിയേ, ഹോഴ്സ്, മങ്കി, ടൈഗർ അല്ലേ. മൂന്ന് രീതിയിലുള്ള ജീവികളാണ്. ഹോഴ്സ്, മങ്കി, ടൈഗർ. ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, ഒന്നുമില്ല അല്ലേ. മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ആനിമൽസ്. അന്നേരം നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. കണ്ടോ, 3 ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ, ഏതോ ഒരു 2 സാധനം ഡിഫറൻ്റ് ആണ്, പക്ഷേ ഇത് രണ്ടും മൂന്നാമത്തെ ആളുമായിട്ട് സിമിലർ ആണ് എന്നുള്ളതിനാണ് ഈ ആൻസർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്താ, ഒരു വർഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് മറ്റേതും, ഒരാൾ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. മറ്റേത് പറഞ്ഞാൽ എന്താ, എല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. മനസ്സിലായോ. അപ്പോൾ ഇത് എ ആണെങ്കിൽ എയുടെ വർഗത്തിൽപ്പെട്ടയാണ് ബിയുടെ വർഗത്തിൽപ്പെട്ടയാണ് സി എന്നാണ് അർത്ഥം. മനസ്സിലായോ. അപ്പോൾ ഈ ഹോഴ്സ്, മങ്കി, ടൈഗർ എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് സ്പീഷീസ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ. അടുത്ത നോക്കിയേ. രോഹൻ ആൻഡ് രോഹിത് ടുഗദർ ക്യാൻ ഡു എ സർട്ടൻ ജോബ് ഇൻ 10 days. രോഹനും രോഹിത്തും കൂടെ രോഹന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു, രോഹിത്തിന് ഞാൻ വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സും വൈയും കൂടെ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു. എക്സും വൈയും കൂടെ ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു, 10 ദിവസം കൊണ്ട്. വൈൽ രോഹൻ എലോങ് ക്യാൻ ഡു ദ സെയിം ജോബ് ഇൻ 15 days. ഇനി നോക്കിയേ, രോഹന് ആ ജോലി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാം, 15 ദിവസം കൊണ്ട് ചെയ്യാം. അങ്ങനെയാണ്
ചെയ്യുകയാണെങ്കിൽ രോഹിത്തിന് ആ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളെ ടൈം ആൻഡ് വർക്കിനകത്തിലെ മോഡൽ 2 ആണ് അത് ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? നോക്കിയ രണ്ടുപേരും കൂടെ ചേർന്ന് 10 ദിവസം ചെയ്യുന്നൊരു ജോലി അതിൽ ഒരാൾ 15 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ മറ്റേ ആൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ആൻസർ XY ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. XY എന്ന് എത്ര? 15 ഇൻറ്റു 10. 15 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 15 മൈനസ് 10. ആൻസർ എത്ര കിട്ടും? 150 ഡിവൈഡഡ് ബൈ 5. 150 ഡിവൈഡ് ബൈ 5 30 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 4. 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. എന്തായിരുന്നു? രണ്ടുപേർ ചേർന്ന് ചെയ്യുന്ന ജോലിയും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലിയും മറ്റേ ആൾ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. ഓക്കെ, അടുത്ത നോക്കിയേ. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 1,60,000 for 2 years at 10% per annum when compounded semi annually is. എന്താ പറഞ്ഞേക്കുന്നത്? 1,60,000 രൂപ 1,60,000 രൂപയുടെ പലിശയാണ് കാണേണ്ടത്. എത്ര വർഷത്തേക്കാ? 2 വർഷത്തേക്കുള്ള പലിശ കാണണം. എത്ര ശതമാനം നിരക്കിൽ? 10% നിരക്കിലുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. നല്ല വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ് അല്ലേ? കൂട്ടുപലിശയും സാധാരണ പലിശയും. അപ്പോൾ കൂട്ടുപലിശയാണ് കാണേണ്ടത്. 1,60,000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 10% പലിശ നിരക്കിലുള്ള കൂട്ടുപലിശ കാണണം. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സെമി ആനുവലി, അർദ്ധവാർഷികമായിട്ടാണ് കാണേണ്ടത്. അർദ്ധവാർഷികമായിട്ട് കാണണം. അർദ്ധവാർഷികമായി കാണേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഇയർ ഉണ്ടല്ലോ, ഇയറിനെ ഡബിൾ ആക്കണം. എന്ന് വെച്ചാൽ 2 എന്നുള്ള എത്രയായി? 4 എന്നായി. അർദ്ധവാർഷികം എന്ന് വെച്ചാൽ 1 വർഷത്തിൽ 2 പലിശ, അതാണ് അർദ്ധവാർഷികം. ഇപ്പോൾ ഇവിടെ 2 വർഷമാണെന്ന് പറഞ്ഞല്ലേ, അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ 2 പലിശ കിട്ടും, രണ്ടാമത്തെ വർഷത്തിൽ 2 പലിശ കിട്ടും, ടോട്ടൽ 4 പലിശ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇയറിനെ ഇരട്ടിപ്പിച്ചു. ഇവിടുത്തെ പലിശ നിരക്കുണ്ടല്ലോ 10 എന്നുള്ളത്, അതിൻ്റെ പകുതി എടുക്കുക. 10ൻ്റെ പകുതി 5. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും. 1,60,000 രൂപ 4 വർഷത്തേക്ക് 5% പലിശ നിരക്ക് കണ്ടുപിടിക്കുന്ന രീതിയിൽ കണ്ടുപിടിക്കണം. എങ്ങനെയായിരുന്നു കൂട്ടുപലിശ കാണുന്നത്? എങ്ങനെയായിരുന്നു? നോക്കിയേ, 1,60,000 ഇതാണ് നമ്മുടെ മുതൽ അല്ലേ? ഇൻറ്റു ഇവിടെ പലിശ നിരക്ക് എത്ര? 5 ആണല്ലേ? 5ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 100 കൂടെ കൂട്ടും. 5ൻ്റെ കൂടെ 100 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 105 എന്ന് കിട്ടും അല്ലേ? 105 ഡിവൈഡ് ബൈ 100. ഇനി എത്ര തവണയാണ്? എത്ര വർഷത്തേക്കാണ്? 4 തവണ അല്ലേ? അപ്പോൾ 4 തവണ വേണം എഴുതി ഗുണിക്കാൻ. 105 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 105 ഡിവൈഡ് ബൈ 100. 4 തവണ എഴുതി ഗുണിച്ചു. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെ ക്യാൻസൽ ചെയ്യുക. 2 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 0, ഈ 2 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഈ 100നെ നമുക്ക് 5 കൊണ്ടും ഈ 105നെയും 100നെയും കൂടെ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 20 എന്ന് കിട്ടും, ഇവിടെ 21 എന്ന് കിട്ടും. മനസ്സിലായോ? അടുത്ത നോക്കിയേ, അടുത്ത 20ഉം അടുത്ത 105ആയിട്ടൊന്ന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 20നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. ഈ 105നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 21 എന്ന് കിട്ടും. അടുത്ത നോക്കിയേ, അടുത്ത 100നെയും 105നെയും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ഇവിടെ 20 എന്ന് കിട്ടും, ഇവിടെ 21 എന്ന് കിട്ടും. അടുത്ത ഈ വീണ്ടും 5 കൊണ്ട് 20നെയും 105നെയും കൂടെ ചെയ്യുമ്പോൾ ഇവിടെ 21 എന്ന് കിട്ടും, ഇവിടെ 4 എന്ന് കിട്ടും. 4ഉം 16ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. അടുത്ത 4ഉം ആ 4ഉം കൂടെ ക്യാൻസലായി പോകും. അപ്പം ടോട്ടൽ ഇവിടെ 21 ഇൻറ്റു 21 ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,94,481 രൂപ എന്ന് കിട്ടും. 1,94,481 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,60,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് അർദ്ധവാർഷികമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് എത്ര രൂപ കിട്ടുമെന്നാണ് പറയുന്നത്? തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് 1,94,481. ഇത് നമ്മുടെ മുതലും കൂടെ ആഡ് ചെയ്ത് വന്നതാണ്. ഇതിനകത്തുള്ള പലിശ മാത്രം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇതിൽ നിന്നും നമ്മുടെ മുതലായ 1,60,000 രൂപ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 1,60,000 രൂപ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ പലിശ മാത്രം 34,481 എന്ന് കിട്ടും. 34,481 ആൻസർ കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ TV set is being sold for X rupee in Delhi. A dealer went to Chandigarh and bought a TV at 20% discount from the price of Delhi. He spent 600 rupee on transport. Then he sold the set in Delhi for X rupee, making 100 divided by 7% profit. What is the value of X? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ ഒരു TV
ഒരു ടി വി ഒരാൾ ഡൽഹിയിൽ വിറ്റു, ഒരാൾ ഒരു ടി വി ഡൽഹിയിൽ വിറ്റു, എക്സ് രൂപയ്ക്കാണ് ആ ടി വി വിറ്റേക്കുന്നത്, എക്സ് രൂപയ്ക്കാണ് ഡൽഹിയിൽ ആ ടി വി വിറ്റത്. ആ ടി വി അയാൾ വാങ്ങിയത് ചണ്ഡീഗഡിൽ നിന്നാണ്. എത്ര രൂപയ്ക്ക്? ഡൽഹിയിൽ വിറ്റതിൻ്റെ 20% പ്രോഫിറ്റിനാണ്, 20% ഡൽഹി വിറ്റതിൻ്റെ 20% ഡിസ്കൗണ്ടിലാണ് അയാൾ ടി വി വാങ്ങിയത്. എന്ന് വെച്ചാൽ ഡൽഹിയിൽ വിറ്റത് എക്സ് രൂപയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിലാണ് അയാൾ അത് വാങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അയാൾ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിയത്? എക്സിൻ്റെ 20 മൈനസ് അല്ലെങ്കിൽ 100 മൈനസ് 20, 100 മൈനസ് 20 80. അയാൾ എക്സിൻ്റെ 80% രൂപയായിരിക്കും നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ എക്സിൻ്റെ 20% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ ബാക്കി അവശേഷിക്കുന്ന 80% ആയിരിക്കും അല്ലേ. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 100 മൈനസ് 20, 100 മൈനസ് 20 80% രൂപയായിരിക്കും അതിനുണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പറയാം എക്സ് ആ ടി വിയുടെ വില എന്ന് പറയുന്നത് എത്രയാ? 80x ഡിവൈഡഡ് ബൈ 100, 0 വിട്ട് കളഞ്ഞിട്ട് നമുക്ക് പറയാം 8x ഡിവൈഡ് ബൈ 10. അപ്പോൾ ആ ടി വിയുടെ അയാൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 8x ഡിവൈഡ് ബൈ 10 ആണ്, 8x ഡിവൈഡ് ബൈ 10 ആണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അയാൾ അവിടെ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാൾ 600 രൂപ ചിലവാക്കി. 600 രൂപ ചിലവാക്കിയിട്ട് ഡൽഹിയിൽ ഈ ടി വി എക്സ് രൂപയ്ക്ക് വിറ്റെങ്കിൽ എത്ര ശതമാനം ലാഭം കിട്ടിയ അയാൾക്ക്? 100 ഡിവൈഡ് ബൈ 7% പ്രോഫിറ്റിലാണ് അയാൾ ആ ടി വി ഡൽഹിയിൽ വിറ്റതെങ്കിൽ എന്താണ് എക്സിൻ്റെ വാല്യൂ? ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടല്ലേ, 100 ഡിവൈഡ് ബൈ 7%. എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ മുടക്കിയ മുതൽ ഇൻറ്റു 100 ആണ്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ലേ. ഇതിനകത്ത് ലാഭം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് ലാഭം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നമ്മുടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എത്ര ആണെന്ന് നമുക്കറിയാം അല്ലേ. എക്സ് രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ വാങ്ങിയ വില 8x ഡിവൈഡ് ബൈ 10 ഉണ്ട്. അതിൻ്റെ കൂടെ 600 കൂടെ കൂട്ടണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വാങ്ങിയ വിലയിൽ അല്ലെങ്കിൽ മുടക്കിയ വിലയിൽ ഉൾപ്പെടും അല്ലേ. ഒരു സാധനം കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാശുകളും അല്ലെങ്കിൽ മുടക്കുന്ന എല്ലാ കാശുകളും എന്തിനകത്ത് വരും? മുടക്കിയ മുതലിനകത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അയാൾ വാങ്ങിയത് 8x പ്ലസ് 10 രൂപയ്ക്കാണെങ്കിൽ അതിൻ്റെ കൂടെ അയാൾ വണ്ടി ചിലവും കൊടുത്തിട്ടുണ്ട് 600 രൂപ. ഇതാണ് അയാൾ ആകെ ആ ടി വിക്ക് വേണ്ടി മുടക്കിയ കാശ് എന്ന് പറയുന്നത് അല്ലേ. 8x മൈനസ്, അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി അയാൾ വാങ്ങിയ കാശ് അല്ലെങ്കിൽ അതിന് മുടക്കിയ കാശ് എന്ന് പറഞ്ഞാൽ എന്താ? ടി വിയുടെ വിലയും മുടക്കിയിട്ടുണ്ട്, അവിടെ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് 600 രൂപയും കൂടെ ചിലവാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 8x ഡിവൈഡ് ബൈ 10 പ്ലസ് 600. ഇതാണ് ലാഭം കാണാനുള്ള ഇക്വേഷൻ അല്ലേ, ലാഭം. അപ്പം ലാഭം കിട്ടി, മുടക്കുമുതൽ അറിയാം, പെർസെൻറ്റേജും കാണാം. അതിനകത്തിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 100/7 ആയിരുന്നു. 100/7 ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 100/7 ഈക്വൽ ടു ലാഭം എന്തായിരുന്നു? എക്സ് മൈനസ് 8x ഡിവൈഡഡ് ബൈ 10 പ്ലസ് 600. ഇതായിരുന്നു അയാളുടെ ലാഭം എന്ന് പറയുന്നത് അല്ലേ. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇനി മുടക്കിയ മുതൽ എത്ര? 8x ഡിവൈഡ് ബൈ 10 പ്ലസ് 600. ഇത് അയാളുടെ മുടക്കിയ മുതൽ അല്ലേ, ഇൻറ്റു 100. ഓക്കെ, നമ്മൾ ഇക്വേഷനകത്തിലോട്ട് വാല്യൂ ഇട്ട് നോക്കി. ഇനി ഇത് ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, 100 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു എക്സ്. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് ചെയ്യുക. എക്സ് മൈനസ് 8x ഡിവൈഡ് ബൈ 10 പ്ലസ് 600. ഇത് രണ്ട് ഫ്രാക്ഷനായിട്ട് എടുത്തിട്ട് ഫ്രാക്ഷനെ തമ്മിൽ കൂട്ടുന്നതായിട്ട് ചെയ്യുക. 8x പ്ലസ് 6000 ഡിവൈഡ് ബൈ 10. രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ കൂട്ടുന്നതാണ്. താഴെയും ഇതേപോലെ 600-ന് താഴെ 1 ഉണ്ടെന്ന് സങ്കല്പിക്കുക. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടുന്ന രീതി ചെയ്യുക. 8x പ്ലസ് 6000 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? 100 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ എക്സും ഇതൊരു ഫ്രാക്ഷനാണ് അല്ലേ, ഇതൊരു ഫ്രാക്ഷനാണ് അല്ലേ. എക്സിൻ്റെ താഴെ എപ്പോഴും ആരുണ്ട്? 1 ഉണ്ട്. ഏത് നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്. അപ്പോൾ ആ രണ്ട് ഫ്രാക്ഷനെ ചെയ്യുന്ന രീതി ചെയ്യുക.
എക്സ് ഇൻറ്റു 10 നമുക്ക് 10x എന്ന് കിട്ടും. 10x മൈനസ് 8x മൈനസ് ഇൻറ്റു പ്ലസ് 6000 നമുക്ക് മൈനസ് 6000 തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 8x പ്ലസ് 6000 ഡിവൈഡഡ് ബൈ 10 എന്നുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇൻറ്റു 100 ഇനി എന്ത് ചെയ്യാം, ഈ 10ഉം ഈ 100ഉം തമ്മിൽ വെട്ടാം. 10ഉം 100ഉം തമ്മിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. 10ഉം 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10 കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ഇതിൻ്റെ ബാക്കിയായിട്ട് നോക്കിയേ. 2x മൈനസ് 6000 ഡിവൈഡഡ് ബൈ 8x പ്ലസ് 6000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 ഇങ്ങനെയാണ് ഇപ്പോൾ അത് കിടക്കുന്നത് അല്ലേ. ഇതിനെ എഴുതി കഴിഞ്ഞാൽ 2x മൈനസ് 6000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8x പ്ലസ് 6000 ഇൻറ്റു 10. ഓക്കെ, 10 ഇൻറ്റു 10 100 അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 2x മൈനസ് 6000 ഡിവൈഡ് ബൈ 8x പ്ലസ് 6000 അല്ലേ. ഇടയ്ക്ക് നമ്മൾ കളഞ്ഞ ഒരു 100 ഡിവൈഡ് ബൈ 7 ഉണ്ട്, ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 7 അല്ലേ പെർസെൻറ്റേജ്. ഈ 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്താ ശേഷിക്കും, ദേ ഇവിടെ 1 കിട്ടും. ഇത് രണ്ട് ഫ്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്യുക. 7 ഇൻറ്റു 2x 14x എന്ന് കിട്ടും. 14x മൈനസ് 7 ഇൻറ്റു 6 42,000 ഈക്വൽ ടു 8x മൈനസ് 6000 എന്ന് കിട്ടും അല്ലേ. ഇനി 14x മൈനസ് ഈ 8x ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 8x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 8x ആവും. അപ്പം 14x മൈനസ് 8x ഈക്വൽ ടു 42,000 പ്ലസ് 6000 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി ഇത് 14xൽ നിന്നും 8x പോയി കഴിഞ്ഞാൽ 6x ഈക്വൽ ടു 6x ഈക്വൽ ടു 42,000 പ്ലസ് 6000 48,000. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും, 48,000 ഡിവൈഡ് ബൈ 6 8,000 എന്ന് കിട്ടി. ഓക്കെ, 8,000. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി, 8,000 എന്ന് കിട്ടി. ഓക്കെ ആണോ? മനസ്സിലായോ? നമ്മുടെ ഇക്വേഷൻ ഏതാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ മുടക്കുമുതൽ ഇൻറ്റു 100. ലാഭം എന്ന് പറയുന്നത് എന്താണ്? ലാഭം എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ എക്സ് ആണ് എടുത്തത്. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ 80%, 20% ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി 80%. അപ്പോൾ എക്സിൻ്റെ 80%വും അതിൻ്റെ കൂടെ അയാൾ ട്രാൻസ്പോർട്ടിന് ചിലവാക്കിയ 600 രൂപയും കൂടെ കൂട്ടുന്നതാണ് മുടക്കുമുതൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ.